ഞാനിവിടെ നിൽക്കാതെ പോയാൽ അത് വീട്ടുകാരനോടും ഈ സദസ്സിനോടും കാണിക്കുന്ന ഒരു അനാദരവാണ്. അങ്ങനെ എൻ്റെ ഭാഗത്ത് സംഭവിക്കരുത് എന്നതുകൊണ്ട് മാത്രം എൻ്റെ ഒരു പ്രസൻസ് രേഖപ്പെടുത്തിയാണ്. വ്യക്തിപരമായി വീട്ടി രാജശേഖറുമായി എൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാരുമായി എനിക്കുള്ള ബന്ധങ്ങൾ, കൊടുക്കലുകൾ, വാങ്ങലുകൾ, സംവാദങ്ങൾ അതൊന്നും ഞാനിവിടെ അനാവരണം ചെയ്യുന്നില്ല. അതിനെപ്പറ്റിയ സന്ദർഭവുമല്ല. ഒറ്റ കാര്യം പറയുകയാണ്. ഞാൻ നേരത്തെ ഒരാൾ ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരൊരു എതിരഭിപ്രായം പറഞ്ഞപ്പോൾ അതൊരു തെറ്റെല്ലാം തോന്നിയതുകൊണ്ട് പറയുകയാണ്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഡോക്ടർ ബാബാ സാഹബ് ബി ആർ അംബേദ്കർ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു. അദ്ദേഹം പഠിച്ചു, വളർന്നു, വലിയ ആളായി, ഇന്ത്യയുടെ ഭരണഘടന എഴുതി, ഇന്ത്യയിൽ മിനിസ്ട്രിയിൽ വന്നു, പിന്നെ ബുദ്ധമതത്തിലേക്ക് പോയി, പിന്നെ അദ്ദേഹം ദിവംഗതന ഭൂമിയിൽ നിന്ന് വേറിട്ട് പോയി. അവിടുന്ന് 80കൾ വരെയുള്ള ഒരു ട്രാക്ക് നമ്മൾ പരിശോധിച്ചാൽ അംബേദ്കർ ഇല്ലാണ്ടായി വരുന്ന ഒരവസ്ഥ കാണാനാവും. എന്ന് വെച്ചാൽ ബോധപൂർവമോ അല്ലാതെയോ ഉള്ള ഒരു തമസ്കരണത്തിൻ്റെ തിരശ്ശീല അംബേദ്കർക്ക് മുമ്പിൽ ഇങ്ങനെ നിരന്തരം വന്നു കണ്ടിരുന്നു. പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ച് നോക്കി നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഉത്തരേന്ത്യയിൽ അവിടെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നീല നിറത്തിലുള്ള ഒരു പ്രതിമ, ചിലത് പൂർണ്ണ പ്രതിമ, ചില അർദ്ധകായിക പ്രതിമ, അങ്ങനെ കണ്ടിരുന്നു എന്നല്ലാണ്ട് അംബേദ്കർ ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. വീട്ടുകാർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂടുപടം എടുത്തു മാറ്റി എന്നുള്ളതാണ്. അംബേദ്കർ ഇന്ത്യയിലെ ജനതയ്ക്ക് മുമ്പിൽ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. കുറച്ചുകൂടി ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. 21ാം നൂറ്റാണ്ട് അംബേദ്കറിൻ്റെ നൂറ്റാണ്ടാക്കി മാറ്റിയതിൽ നിർണായകമായ പങ്ക് വീട്ടുകാർ വഹിച്ചിട്ടുണ്ട്. പരിശോധിച്ച് നോക്കിക്കോളൂ, ദീർഘിപ്പിക്കില്ല. അംബേദ്കറുടെ ശത്രുക്കൾ പോലും, അംബേദ്കർ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചവർ പോലും ഇന്ന് അംബേദ്കർ കൊണ്ടു നടക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. CPM-ന് അംബേദ്കർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, കോൺഗ്രസിന് പറ്റില്ല, RSSന് പറ്റൂല, RSSന് പോലും പറ്റൂല എന്നുള്ളതാ. ഈയിടെ തമിഴ്നാട്ടിലൊരു സിനിമാക്കാരൻ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെയും അംബേദ്കർ ഉണ്ട് എന്നുള്ളതാ. മുസ്ലിങ്ങൾ പൗരത്വ സമരം നടത്തിയപ്പോൾ അവിടെയും ഉണ്ട് അംബേദ്കർ എന്നുള്ള. അങ്ങനെ നിങ്ങൾ നോക്കിക്കോളൂ, എവിടെ പോയാലും ഇപ്പോൾ അംബേദ്കർ ഉണ്ട് എന്നുള്ളതാ. മുമ്പൊക്കെ ജാതി സംഘടനകൾ അങ്ങനെ അംബേദ്കർ ഒന്നും വല്ലാണ്ടൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആകത്തുക പറഞ്ഞു വെക്കാനുള്ളത്. 21ാം നൂറ്റാണ്ട് അംബേദ്കറുടെ നൂറ്റാണ്ട് എന്ന നിലയിൽ കാലഘട്ടത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ, ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ അംബേദ്കർ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് തെളിയിച്ചെടുക്കുന്നതിൽ വീട്ടി രാജശേഖർ വലിയൊരു പങ്ക് വഹിച്ചു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വീട്ടി രാജശേഖറിൻ്റെ ഞാൻ കുറേ ഇതിങ്ങനെ സൂക്ഷ്മമായി പഠിച്ച ഒരാളെന്ന നിലക്ക്, പഠിതൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന നിലക്ക്, വീട്ടുകാരൻ്റെ വരവിന് മുമ്പ് ഇന്ത്യയിലെ ദലിത് പ്രസ്ഥാനങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ജാതി പ്രസ്ഥാനങ്ങളാണ്. ഓരോ പ്രത്യേക ജാതിയുടെ പേരിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളാണ്. ഇതിന് ഒരു മാറ്റം എന്തൊക്കെ ദലിത് പ്രസ്ഥാനങ്ങളായി എന്നുള്ളതാണ്. ദലിത് പ്രസ്ഥാനങ്ങളും ജാതി പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ദലിത് പ്രസ്ഥാനങ്ങൾ കുറെ കൂടി ശാസ്ത്രീയമാണ്. ജാതി പ്രസ്ഥാനങ്ങളെ മാതിരി സങ്കുചിതമല്ല. ആചാരങ്ങളിലും അനാചാരങ്ങളിലും ചുരുങ്ങി താഴോട്ടല്ല പോകുന്നത്. ദലിത് പ്രസ്ഥാനങ്ങൾ കൂടുതൽ പഠിച്ച് വികസിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. എത്രത്തോളം എത്തിയതുള്ള പിന്നത്തെ വിഷയമാണ്. അപ്പോൾ ഒന്നാമതായി സംഭവിച്ചത് ദലിത് പ്രസ്ഥാനങ്ങളെ ശാസ്ത്രീയമായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്നതാണ്. അതിനെ ആധുനികമാക്കുകയാണ് കുറെ കൂടി ചെയ്തതെന്നുള്ളതാണ്. കുറെ കൂടി കാലോചിതമായ വായനകളിലൂടെയും എഴുത്തുകളിലൂടെയും കൂടിച്ചേരലുകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒക്കെ കൂടിയിട്ട് ആധുനികമായ പുതിയ കാലഘട്ടത്തിന് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ആധുനികമായ എന്ന് വെച്ചാൽ മുഖം കുത്തിപ്പോകുന്ന ഒരുതരം അപകർഷത ബോധത്തിൽ നിന്ന് ആത്മാഭിമാനത്തോടു കൂടി സമൂഹത്തെ സംബോധന ചെയ്യുന്ന ഒരു ആത്മാഭിമാന ബോധമുള്ള ഒരാശയമാക്കി ദലിതത്തെ മാറ്റി. മൂന്നാമത്തെ സംഗതി വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ പശ്ചാത്തലങ്ങളിലേക്ക് പരിമിതപ്പെടാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്ന് പറഞ്ഞിട്ടും മറ്റാരും എന്നിലേക്ക് ചേരണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ദലിത് മൂവ്മെന്റുകളെ അരികിൽ നിൽക്കുന്നവരിലേക്ക്, പിന്നെ സമാനമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നവരിലേക്ക് എത്തി നോക്കാനും അവരുമായിട്ട് സംവദിക്കാനും എന്ന് വെച്ച് കുറെ കൂടി നന്നാക്കി പറഞ്ഞാൽ ഇരകളുടെ വലിയ ഒരു ക്യാൻവാസ് വരച്ചെടുക്കുന്നതിൽ ദലിതുകൾക്ക് നിർണായക പങ്കുണ്ടെന്നും ആ പങ്കുചേരൽ വേറെ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെയും പങ്കുണ്ടെന്നും ഉള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ വീട്ടുകാരന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. വീട്ടി രാജശേഖർ ഇന്നലെ ജീവിച്ചിരുന്നു, അദ്ദേഹം മരിച്ചു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഒരു ചർച്ചാ വിഷയമാണ്. ഞാൻ പറയുന്നത് അവിടെ അവസാനിപ്പിക്കാതെ വീട്ടുകാർ എന്നുള്ളത് ഒരു ആശയമായി മാറേണ്ടതുണ്ട്. അതല്ലാതെ വീട്ടുകാരനെ അനുസ്മരിക്കാൻ ഭൂതകാല സ്മരണകൾ അയവിറക്കുന്ന അനേകായിരം വിഷയങ്ങളിൽ ഒന്നായി പോവും. മറിച്ച് വീട്ടി രാജശേഖർ എന്ന ഒരു വ്യക്തി
ഈ സമൂഹത്തിലെ അധസ്ഥിതരായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ അനൈക്യപ്പെട്ടിട്ട് അനൈക്യത്തിന്റെ ദുരിതങ്ങൾ പേറുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്ന നിലയിൽ, ഒരു തത്വശാസ്ത്രം എന്ന നിലയിൽ ഒരു വഴിത്താര രൂപപ്പെടുത്തി തന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരിഗണന വീട്ടിയാർന്നൊരു ആശയമായി മാറേണ്ടതും ആ ആശയത്തിന്റെ വഴികളിൽ കൂടെ നിന്നുകൊണ്ട് കൂടിച്ചേരലുകളും കൂട്ടുത്തരവാദിത്വത്തോടുകൂടിയുള്ള ചർച്ചകളും സംവാദങ്ങളും അങ്ങനെ ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു വഴി തുറക്കലുമായി വരേണ്ടതുണ്ട്. അതായിരിക്കും ഏറ്റവും നല്ല ആദരാഞ്ജലികൾ എന്നും മാത്രം പറഞ്ഞുകൊണ്ട്, അധികം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി.